വെള്ളം ഒരു സ്ഥലത്തൂടെ പോകാൻ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ വഴി കൂടെ തന്നെ പോകണം. നല്ല യൂണിഫോം ഇട്ട്, ബാഗ് ഇട്ട്, കുടയിട്ട്, ചെരുപ്പ് ഇട്ട് ഈ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഇതിലേ കൂടെ ഈ ചെളിവെള്ളത്തിൽ കൂടെ ചവിട്ടിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത്. ആട്ടക്കാർ വരത്തില്ല, ആ ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു പ്രതീതി ഉണ്ടാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമസ്കാരം, 20 വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. മഴ പെയ്തതോടുകൂടി യാത്രാക്ലേശം അനുഭവിക്കുകയാണ് കാൽനടക്കാരും വാഹനയാത്രക്കാരും. വാളകം പഴയ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലൂടെ അമ്പലക്കരയ്ക്ക് പോകുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ. റോഡിന്റെ ഇരു സൈഡുകളിലും കാട് കയറിയും റോഡിലെ പല സ്ഥലങ്ങളിലും മഴ പെയ്തതോടുകൂടി വെള്ളക്കെട്ട് നിറയുകയും ചെയ്തത് കാൽനട യാത്രക്കാർക്ക് ദുരിത യാത്രയായി മാറുന്നു. നിരവധി സ്കൂൾ കുട്ടികളടക്കം കാൽനടയായി MC റോഡിനെ ആശ്രയിക്കുന്ന പ്രധാന പാതയാണിത്. നാട്ടുകാർക്ക് പറയാനുള്ള പറഞ്ഞാൽ ഈ റോഡ് പൊളിഞ്ഞു കിടന്നിട്ട് ഇപ്പം 3 വർഷത്തോളമായി. റോഡൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് വേണമെങ്കിൽ മീൻ വളർത്താം. കാരണം വെച്ചാൽ ഈ 2 മാസം കൂടി ഇനി തുടർച്ച മഴയാണ്. 3 മാസം കൊണ്ട് വിളവെടുക്കത്തക്കരികളെ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടാൽ ഇവിടെ വളർത്തിയെടുക്കുക. അത്രയ്ക്ക് വെള്ളക്കെട്ടാണ്. ഇപ്പം തന്നെ സൈഡ് വെട്ടി മാറ്റമുണ്ട്, കുറച്ച് വെള്ളം മാറിയത്. ഇത് 3 വർഷത്തിന് മുമ്പിട്ട് ഈ റോഡ് പൊളിഞ്ഞിട്ട് പല സമയങ്ങളിൽ ഇവിടെ ഗ്രാമസഭ കൂടിയപ്പോൾ ഞാൻ ഗ്രാമസഭയിൽ ഉന്നയിച്ചതാണ്. എന്നാൽ ഓരോ പ്രാവശ്യവും മെമ്പർ ഓരോരോ കഴിവുകൾ പറഞ്ഞിട്ട് അടുത്ത ബഡ്ജറ്റ് വയ്ക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ഇടയ്ക്ക് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ് ഇതിന് വേണ്ടി പൈസ ഞങ്ങൾ ഇടാമെന്ന് പറഞ്ഞു. ഉടനെ പിന്നെ MLA ഫണ്ടിൽ നിന്ന് ഇടാമെന്ന് പറഞ്ഞു, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇടാമെന്ന് പറഞ്ഞു. ഇപ്പോഴറിയുന്നു ഒന്നിൽ നിന്നും ഫണ്ടില്ലെന്ന്. ഇത് MLA ജംഗ്ഷനിൽ നിന്നും അവിടെ പോകുന്ന ഈ അമ്പലക്കര പോകുന്ന റോഡാണിത്. വർഷങ്ങൾ പഴക്കമുള്ള 50 വർഷത്തിനുള്ളിൽ പഴക്കമുള്ള റോഡാണ് ഇത്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു മുന്നണികളും ഇത് നന്നാക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. സ്കൂൾ തുറന്നു, ഇപ്പം തന്നെ ഈ ഓട്ടോ ഇവിടെ വന്നിട്ട് വെള്ളത്തെ മുങ്ങിയിട്ട് ഓട്ടോക്കാരനും എല്ലാം കൂടെ ചേർന്നാണ്ട് ഈ വെള്ളം ഇങ്ങോട്ട് വെട്ടിവിട്ടത്. വീടിന് മുകളിലൂടെ കടന്നു പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് നിറഞ്ഞത് മൂലം വീടിന് ഭീഷണിയാണെന്ന് വീട്ടുടമയും ആരോപിക്കുന്നു. ഇവിടുത്തെ ഈ വെള്ളക്കെട്ട് കാരണം റോഡിൽ നിന്ന് വെള്ളം മൊത്തം കൂടെ ഞങ്ങളുടെ വീടിൻ്റെ മണ്ടയിലോട്ട് മറിഞ്ഞ് പിന്നെ സ്വിമ്മിംഗ് പൂള് പോലെയാണ് ഞങ്ങൾക്ക് ആ മുറ്റവും മൊത്തം. ആ 100 വർഷം പഴക്കമുള്ള വീടായതിൻ്റെ പേരിൽ ആ വീട് മൊത്തം കൊണ്ട് ഇടിഞ്ഞ് താഴുമെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഒരു രീതിയിലും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ അവർക്ക് വടക്കേ സൈഡിലോട്ടായിരുന്നു വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അവർ 2 ലോഡ് മണ്ണിട്ട് അവിടെ മണ്ണിട്ടിനകത്തേക്ക് പൊക്കി വെച്ചപ്പോഴത്തേക്ക് വെള്ളമെല്ലാം കൂടെ ഞങ്ങളുടെ വീടിൻ്റെ മണ്ടയിലോട്ടാണ് വീഴുന്നത്. ഈ കെട്ട് ആരോ കുത്തി പൊട്ടിച്ച് അതിൻ്റെ കീഴിൽ കൂടെ ആ വെള്ളം പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹ വിരുദ്ധരിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആരാണ് കണ്ടത് കൊടുത്തതൊന്നുമില്ല. അതിൻ്റെ പേരിൽ ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് മാറ്റി വടക്കേ ഭാഗത്തോട്ട് വിടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആ ഒരു താല്പര്യം. നമ്മുടെ താല്പര്യം അനുസരിച്ചല്ലല്ലോ വെള്ളം വിടുന്നത്. എങ്കിലും ഞങ്ങളുടെ വീടിന് ശല്യമില്ലാതുള്ള രീതിയിൽ ഞങ്ങൾക്ക് വെള്ളം മാറ്റിത്തരണമെന്നുള്ളത് ഞങ്ങൾ പിന്നെ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കാനും വേറെ ഇപ്പോൾ ഒരു വീട് ഒന്ന് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ വീട് വയ്ക്കാനും യാതൊരു നിവൃത്തിയില്ലാത്ത ഞങ്ങൾ സാധാരണപ്പെട്ട കൂലിവേലക്കാരാണ്. അന്നൊന്നും കൊണ്ടുവന്നൊന്നും കഴിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വെള്ളം ഏത് രീതിയിലായാലും ഞങ്ങൾ പൈസകൾ ലക്ഷങ്ങൾ ചിലവാക്കി ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കെട്ടി പിന്നെ വീട് വയ്ക്കാനുള്ള പൈസ എടുത്താണ് ഞങ്ങളിത് കെട്ടി വെള്ളം ഒരു രീതിയിലും വെള്ളം ഇനി മുകളിലോട്ട് വന്ന് വീണ് ഞങ്ങളെ വീട് നശിക്കും. ഞങ്ങളുടെ വീട് നശിക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഞങ്ങളുടെ വീടിൻ്റെ മണ്ടയിലോട്ട് വീഴാതിരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചു പോകാൻ കഴിയാത്ത തരത്തിലാണ് റോഡിൻ്റെ ഗതി ഇപ്പോൾ. റോഡിലെ ടാറിംഗ് ഇളങ്ങിയും കുടിവെള്ള പൈപ്പിനായി കുഴിച്ച കുഴികൾ അടയ്ക്കാതെയും ഏറെ നാളായി കിടക്കുന്നു. പല വാഹനങ്ങളും ഇപ്പോൾ പെയ്യുന്ന തോരാമഴയിലെ വെള്ളക്കെട്ടിൽ നിന്ന് പോകുന്നത് പതിവ് കാഴ്ചയായി മാറുന്നു. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളക്കെട്ട് പുരയിടങ്ങളിലൂടെയാണ് ഇപ്പോൾ വെട്ടിത്തുറന്ന് ഒഴുക്കിവിടുന്നത്. മലിനമായി കിടക്കുന്ന ജലത്തിൽ കൂടെ കൊതുകുകൾ പെറ്റുപെരുകുന്നതും മാരകമായ അസുഖങ്ങൾ പിടിപെടുമെന്നും പ്രദേശവാസികൾ പറയുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറിനകത്ത് ഇവിടെ വെള്ളം പോകാത്ത രീതിയിലാക്കി വെച്ചത് എൻ്റെ ഓട്ടോറിക്ഷ ഇവിടെ വഴിയിലേക്ക് കിടക്കുക. ഈ വെള്ളം ഇവിടെ കെട്ടിയിരുന്നു. അടിയന്തരമായി ഇതിന് ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അധികൃതർ മുൻകൈയെടുത്ത് ഇതിനൊരു മാറ്റം വരുത്തണമെന്നുമാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. ന്യൂസ് ഡെസ്ക് 20 വിഷൻ ന്യൂസ്, വാളകം.